HDFC ബാങ്ക് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു ബാങ്കിംഗ്, ധനകാര്യ സേവന കമ്പനിയാണ് HDFC ബാങ്ക് ലിമിറ്റഡ്. ആസ്തി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണിത്. 2020 മാർച്ച് വരെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിന് HDFC ബാങ്ക്. ഹൈലൈറ്റ്സ്. മങ്ങിയ ബിസിനസ് അപ്ഡേറ്റിനെ തുടർന്ന് HDFC ബാങ്ക് ഓഹരികൾ 4% ഇടിഞ്ഞു. വായ്പകളിലെയും ഫ്ലാറ്റ് നിക്ഷേപങ്ങളിലെയും കുറവ് സ്റ്റോക്ക് ഇടിവിന് കാരണമാകുന്നു. നിഫ്റ്റി 50 സൂചികയിൽ HDFC ബാങ്ക് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടു. General information. Technical performance. Shareholding. Technical levels. HDFC ബാങ്ക് സിസ്റ്റം അപ്ഗ്രേഡ്. പ്രകടനവും ശേഷിയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനായി HDFC ബാങ്ക് 2024 ജൂലൈ 13 ശനിയാഴ്ച 3 AM മുതൽ 4:30 PM വരെ ഒരു സിസ്റ്റം അപ്ഗ്രേഡ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ 13.5 മണിക്കൂറിൽ ചില ബാങ്കിംഗ് സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയിരിക്കും. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഓഹരി വില ഇടിഞ്ഞു. 2024 മാർച്ച് അവസാനത്തെ 25.1 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2024 ജൂൺ അവസാനത്തോടെ അഡ്വാൻസുകൾ 0.8% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറഞ്ഞതിനാൽ 24.87 ലക്ഷം കോടി രൂപയായി HDFC ബാങ്ക് ഓഹരി വില ഇടിഞ്ഞു. ചരിത്രപരമായി HDFC ബാങ്ക് ജൂൺ പാദത്തിൽ ലോൺ, ഡെപ്പോസിറ്റ് വളർച്ച മന്ദഗതിയിലാണ്. ഈ വർഷം വായ്പയുടെയും നിക്ഷേപത്തിന്റെയും വളർച്ച സാധാരണയേക്കാൾ കുറവായിരുന്നു. ഇത് നിക്ഷേപകരുടെ ആശങ്കകൾക്ക് കാരണമായി. HDFCയുടെ ബാധ്യതകൾ തിരിച്ചടക്കുന്നതിൽ ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതിനാലാണ് വളർച്ച പിന്നോട്ട് പോയത്. ഷെയർ ഹോൾഡിംഗ് വിവരങ്ങൾ. ജൂൺ പാദത്തിലെ ഫയലിംഗുകൾ പ്രകാരം HDFC ബാങ്കിന് 8.21% MF ഹോൾഡിംഗും 47.15% FI ഹോൾഡിംഗുമുണ്ട്. MF ഹോൾഡിംഗ് മാർച്ചിലെ 8.11% നിന്ന് ജൂൺ പാദത്തിൽ 8.21% ഉയർന്നു. FI ഹോൾഡിംഗ് മാർച്ചിലെ 47.81% നിന്ന് ജൂൺ പാദത്തിൽ 47.15% കുറഞ്ഞു. Prediction. Conclusion. HDFC ബാങ്ക് ഓഹരികൾ കഴിഞ്ഞ വർഷം ഫ്ലാറ്റ് ആയിരുന്നു. MSCIയും സൂചികയിൽ HDFC ബാങ്കിന്റെ വെയിറ്റേജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ റാലിക്ക് വഴിയൊരുക്കിയത്. ആഗോള സൂചികയിൽ വായ്പ നൽകുന്നയാളുടെ വെയിറ്റേജ് 7.2%, 7.5% ആയി ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് $3.2 ബില്യൺ മുതൽ $4 ബില്യൺ വരെ നിക്ഷേപം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. Thank you.